നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ 26-ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന്റെ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. വിവിധ മേഖലകളിലുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ ജൂൺ 26-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ക്യാമ്പയിന്റെ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മ പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായി ജില്ലാതല യോഗങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ, വിവിധ തൊഴിലാളി വിഭാഗങ്ങൾ, മഹിളകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ യോഗങ്ങളും ചേർന്ന് വരികയാണ്. ജൂൺ 26 എന്ന് പറയുന്നത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാ ആളുകളെയും 20 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കതിന്റെ വിജയപഥത്തിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നേരത്തെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സംഘാടക സമിതിയിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ യോഗം ചേരുമ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇടപെടേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രതിജ്ഞയെ പറ്റി അറിയാത്തത് എന്ന് പറയുകയും ഇനി ഏതൊക്കെ തലത്തിലുള്ള യോഗങ്ങൾ നടത്തണം എന്നുള്ളത് ഒരു അവലോകനം കൂടിയാണ് നമ്മളിവിടെ നടത്തുന്നത്. എന്തായാലും ഈ 20 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ 26-ന് നടത്തുന്ന ഈ പ്രതിജ്ഞ വളരെ വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ 2 മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക. സിവിൽ സ്റ്റേഷൻ, ജില്ലാ പഞ്ചായത്ത് ഓഫീസ്, മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷനുകൾ, കോളേജുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിജ്ഞ സംഘടിപ്പിക്കും. കാടുകയറി ഒഴുക്കുനിലച്ച പെരുതയിൽ തോട്ടിൽ ഇനി തെളിനീരൊഴുകും. മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയാണ് തോടിനെ വീണ്ടെടുത്തത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടിയ തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ 14 ലക്ഷം രൂപ ചെലവിട്ടാണ് ശുചീകരിച്ചത്. ഒഴുക്കിന് തടസ്സമായി നിന്ന ചെളി നീക്കി. കയ്യേറിയ സ്ഥലങ്ങൾ വീണ്ടെടുത്തപ്പോൾ തോടിന്റെ മുഖച്ഛായ തന്നെ മാറി. തോട് നവീകരിച്ചതിലൂടെ പ്രദേശത്തെ കർഷകർക്കും ഗുണകരമായി. തോട് നവീകരണത്തിലൂടെ മഴക്കാലത്തും മറ്റും പഞ്ചായത്ത് നിവാസികൾക്ക് വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനും സാധിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതിയൊതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വയ്ക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്.
ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ചയെടുക്കുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നതനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാവുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളും പരിശോധിക്കുക. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.